ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ഒരു പ്ലെയറിനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇപ്പോൾ കളിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ റാങ്ക് 13 ഒപ്പോണൻ്റ് ആണ്. ഒരു ഗെയിം പ്ലേൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സംഭവം ഉണ്ടായി. അത് നിങ്ങൾ കണ്ടു നോക്കുക, ഫുള്ളായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയുക ഗൈസ്. ഓക്കെ, പ്രൊസീഡ് വന്നിട്ടുണ്ടായി. സിയർ വി ഗോ. നമുക്ക് ഒപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അധികം കളിക്കൽ കുറവാണ്, അതുകൊണ്ട് തന്നെ റാങ്ക് 13 SM ഷിൽബ ഗൈസ്. റാങ്ക് 13 ഒപ്പോണൻറ്റിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ അവസ്ഥ? നെയ്മറിനെ ഇടാം, ഗ്രീസ്മാനെയും ഇടാം, പിന്നെ വേറെ ഫോം ഉണ്ടല്ലോ, ഇട്ടോളെ. ഒപ്പോണൻ സ്കോഡ് 4312 വൈസ്. എടാ, ഇവന് ഈ സ്കോഡ് വെച്ചിട്ടാണ് റാങ്ക് 16 അടിച്ചേ, സോറി 13 അടിച്ചേ ഗൈസ്. അപ്പം നമ്മളെ മാച്ച് സ്റ്റാർട്ട് ആവണ്ട. അറബിയൊക്കെയാണ് എത്തുകയാണെന്ന്. ഇനി വേറെ വല്ല ലാംഗ്വേജ് ആണോ എന്നറിയില്ല. എനിക്കിപ്പോൾ അങ്ങനെ അറബി സ്പാനിഷൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒപ്പോണൻ്റായിട്ട്. എന്താന്ന് അങ്ങനെ ഭയങ്കര സ്ക്രിപ്റ്റ് അടിക്കുന്നത്. സ്ക്രിപ്റ്റ് ഇല്ലയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഈ അടുത്തായിട്ട് നല്ല സ്ക്രിപ്റ്റ് അടിക്കുന്നുണ്ട്. മടുക്കുന്ന ഗെയിം. ഡിയോങ് കമോൺ, നെയ്മർ നൈസ്. ഇവൻ്റെ ഡിഫെൻഡിങ് കണ്ടിട്ട് വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നുന്നില്ല. ഈസി ചാൻസ് ഗൈസ്. ഹിയർ വി ഗോ. റാങ്ക് 13 എന്ത് ഡിഫെൻഡിങ് ആടേ. എടാ, അവിടെ അവൻ ഫ്രീ സ്പേസ് നമുക്ക് തന്നു നോക്കിയേ. അവനെ ഡിഫെൻഡ് ചെയ്യാൻ പോലും മര്യാദയ്ക്ക് അറിയില്ലല്ലോ. പക്ഷെ ചിലപ്പോൾ നല്ല അറ്റാക്കിങ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത്രയും റാങ്കൊക്കെ. ഡിഫൻസ് ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. കാസമീറോ, മറഡോണ. ഓക്കെ നൈസ്. എൻ്റെ മിസ്റ്റേക്ക് ഗൈസ്, പാസിങ് മിസ്റ്റേക്ക്. വിൽഷെയർ, മറഡോണ. സീന്. ഞാൻ പറഞ്ഞില്ലേ നല്ല അറ്റാക്കിങ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടക്കൂട്ടൊക്കെ പാസ് ഇടുന്നുണ്ട്. ഗോൾ വാങ്ങുന്നതല്ല, അറ്റാക്കിങ്ങിലാന്ന് തോന്നുന്നു ചെക്കൻ്റെ കളി. അറിയില്ല, എന്താ നോക്കാം. റാങ്ക് 13 എന്ന് പറയുമ്പോൾ 2000 എത്ര ഉണ്ടാവില്ലേ. കോസ്റ്റ കോർത്ത, ഗ്രീസ്മാൻ നൈസ്. ഹക്കീമി, കോസ്റ്റ കോർത്ത, ഡെബ്രോയിന് എടുക്കൽ. ഓക്കെ കമോ നൈസ്. ഗ്രീസ്മാൻ, ലൗട്ടാരോ, പാസ് ടു ഗ്രീസ്മാൻ. ഹെവി ഗോ ഗൈസ്. നല്ല ചാൻസ് ഉണ്ട്, പക്ഷേ പാസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇല്ല കുഴപ്പമില്ല, പക്ഷേ ഇവൻ ഡബിൾ പ്രഷറാണല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? നോക്ക്, ഡബിൾ പ്രഷറാ. സലിബ, വീണ്ടും സലിബ. പോയി ജോട്ട, റുഡിഗറടാ. മണ്ടങ്കളി കളിക്കുന്നു നോക്കടാ. ഞാൻ അടിക്കുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. വെറുതെ അല്ല, എൻ്റെ ഗെയിം പ്ലേയും ഭയങ്കര ബോറാണ്. ഞാൻ ഇങ്ങനത്തെ ചാൻസ് ഒന്നും ഞാൻ ഷൂട്ട് ബട്ടൻ്റെ അടുത്തേക്ക് പോലും പ്രസ് ചെയ്യില്ല. അവനൊക്കെ ചെയ്തിട്ടുണ്ടോ പെട്ടെന്ന്? ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇതൊക്കെ. ലൗട്ടാരോ, ഈ ലൗട്ടാരൊക്കെ ഡബിൾ ടച്ച് കിട്ടുന്നില്ല. ഞാൻ ഏകദേശം ഒരു 40-50 എണ്ണം മാറ്റിയിട്ടുണ്ട്. നല്ല ചാൻസ് ആയിരുന്നു. 50 പ്രാവശ്യം എൻ്റെ സ്കില്ല് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലൗട്ടാരൊക്കെ ഡബിൾ ടച്ച് കിട്ടുന്നില്ല. പോരാത്തതിന് ഞാൻ അക്കൗണ്ട് മേടിക്കുമ്പോൾ തന്നെ ഓക്കെ, ഞാൻ അക്കൗണ്ട് വാങ്ങുമ്പോൾ തന്നെ ലൗട്ടാറിൻ്റെ ഫുള്ള് എന്താ പറയുക സ്കിൽസൊക്കെ ഫുള്ളായിട്ടുണ്ടായ ഇവൻ യൂസ് ചെയ്തോന്നിട്ടിട്ട്. കോസ്റ്റ കോർത്ത, എൻ്റെ അറ്റാക്കും വലിയ അടിപൊളിയാകുന്നില്ല, അവനാണെങ്കിൽ വലിയ ഗോളൊന്നും അടിക്കുന്നില്ല. അപ്പോൾ കോർണറാണ്. ഭയങ്കര ഡെസ്പായിട്ടുള്ള കളിയാണ് ഇപ്പോൾ അടുത്തൊക്കെ കിട്ടുന്നത്. 1-0 ലോസ്, 1-0 വിന്ന്, 1-0. ഓക്കെ നൈസ്. നല്ല റെഡായിരുന്നു. ഇതാണ് ഇപ്പോൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. 1-0 വിന്ന്, 1-0 ലോസ്, 1-0 വിന്ന്, 1-0 ലോസ്. കറങ്ങുന്നതോ 32. അൺഫിനിഷ്ഡ് മാച്ചാ? അതെന്ത് തേങ്ങ? എൻ്റെ പൊന്നടവേ. ഇവിടെ 13 ഉണ്ടായത്. 13 തന്നെ ഉണ്ട്. 1957 റേറ്റിങ്. എനിക്ക് തോന്നില്ല ഇവ ലോസ് ആയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ പോരല്ലേ? എന്തൊരവസ്ഥയാടേ. കളിക്കാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. കളി ജയിക്കേണ്ട കളിയൊക്കെ ഇങ്ങനെ ആയ പിന്നെ നമ്മളെന്തിനാ കളിക്കുന്നത്? ഒരു കാര്യമില്ല. ഒന്നും പറയാനില്ല. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആളെക്കുറിച്ചുള്ള
അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം ഗൈസ്. മടുത്തടാ, സത്യം പറഞ്ഞാൽ ഫുള്ള് മടുത്ത്. ഗെയിം നിർത്താനുള്ള മൂഡിലാണുള്ളത്. അപ്പം എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ബൈ.